ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മാപ്പിലിട്ട് ഇതെവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് വെൻ വി റീച്ച് ദെയർ വി ഫൗണ്ട് ദാറ്റ് ദ ഫെസിലിറ്റി ഈസ് ടു ബാഡ്. അതായത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ കണ്ടത് ഓൾവേസ് സാൽവേ മേരിയുടെ ടീമിൽ കൊടുക്കുന്ന അഡ്വൈസ്, നിങ്ങളുടെ ഒരു ഫ്രണ്ടോ നിങ്ങളുടെ സ്വന്തം ബ്രദറോ നിങ്ങളുടെ അടുക്കൽ അഡ്വൈസ് ചോദിച്ചാൽ എന്തു പറയുമോ അതാണ് ഓരോ ക്ലയൻറ്റിനോടും പറയേണ്ടത്. അപ്പോൾ പലപ്പോഴും ഇത് അവരെ വേറുള്ള ഇല്ലീഗലെന്നോ അല്ലെങ്കിൽ ഈവൻ ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ പോലും കുട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അയർലൻഡിലോട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളെല്ലാം ഈ നല്ല യൂണിവേഴ്സിറ്റികളിലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആണോ ജോയിൻ ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്നില്ല. എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പം ഇറ്റ് ഈസ് ഓൾവേസ് എ ബ്ലെയിം ഗെയിം ദാറ്റ് ഹാപ്പൻസ്. പക്ഷെ നമ്മൾക്ക് അവിടെ ആ ഫെസിലിറ്റി കണ്ടപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി അവിടെയാണോ പഠിക്കേണ്ടത് എന്ന് തോന്നി. വി സെഡ് നോ ടു ദം. അപ്പം ആ ഒരു പോയിന്റിൽ മാത്രമേ നമ്മുടെ ഇവിടെ നമ്മൾ റിയലൈസ് ചെയ്യുകയുള്ളൂ ദിസ് കൺട്രി ഈസ് നൗ ബിക്കമിങ് സ്ട്രിക്റ്റ്. അവരുടെ അജണ്ട തന്നെ അതായിരിക്കാം. നൗ ദേ നീഡ് പീപ്പിൾ, they taking everyone. It's a very difficult question to answer actually. കാരണം ഇതിന് എന്ത് മറുപടിയാ പറയണ്ടേ? കാരണം ഇവരുടെ ലക്ഷ്യം അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. പഠനം എന്നുള്ളത് അവർ അതിനൊരു മാർഗമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു എളുപ്പമുള്ള ചോദ്യമല്ല. അതിനൊരു ഡെഫിനറ്റ് ആൻസർ പറയാൻ പറ്റുമെന്നും തോന്നുന്നില്ല. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു ദ ഷോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അബൌട്ട് ദ ടോപ്പിക് ഓഫ് വൈ വി ഷുഡ് സ്റ്റഡി അബ്രോഡ് ആൻഡ് ഏതൊക്കെ ഡെസ്റ്റിനേഷൻസ് ആണ്, എങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം, ഇതിനെക്കുറിച്ചൊക്കെ അറിവ് നൽകാൻ നമ്മളോടൊപ്പം ഉള്ളത് CEO ആൻഡ് ഫൗണ്ടർ ഓഫ് സാൽവേ മരിയ ഇൻ്റർനാഷണൽ മിസ്റ്റർ ബോബി സെബാസ്റ്റ്യൻ. ബോബി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ബോബി, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് 2007 ദാറ്റ്സ് ലൈക്ക് എ റിയലി ലോങ് ടൈം അഗോ. അപ്പോൾ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഐ വുഡ് ലൈക്ക് യു ടു ഷെയർ അനക്ഡോട്ട്സ് ഓർ എക്സ്പീരിയൻസസ്. ആ സമയത്ത് ഇക്കോസിസ്റ്റം എങ്ങനെയായിരുന്നു, ഈ ഒരു സ്റ്റഡി എബ്രോഡ് മേഖലയിൽ എങ്ങനെയായിരുന്നു, ആൻഡ് ഇപ്പോഴതെങ്ങനെയാണ് മാറിയിരിക്കുന്നത്? സോ 2007 സാൽവേ മരിയ എന്നുള്ള ബ്രാൻഡ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആൻഡ് ദാറ്റ് വാസ് ഇൻ പാല ഇൻ കോട്ടയം ഡിസ്ട്രിക്ട് ഓഫ് കേരള. സോ 2007 നമ്മൾ ട്രെയിനിങ്, ലാംഗ്വേജ് ട്രെയിനിങ്, IELTS ട്രെയിനിങ് എന്നുള്ള ഒരു ഫെസിലിറ്റി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വി കെയിം ഇൻ ടു ദി സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രി ഇൻ 2009 ആൻഡ് വി സ്റ്റാർട്ടഡ് ദ ഫെസിലിറ്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഇൻ പാല ഇറ്റ്സെൽഫ്. അപ്പോൾ 2007 കാലഘട്ടത്തിൽ ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിൽ വരുന്ന മുഴുവൻ കുട്ടികളും നേഴ്സസ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ പഠനമല്ലായിരുന്നു ലക്ഷ്യം, അവരുടെ ലക്ഷ്യം ജോലി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ 2007 കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയങ്ങളിൽ വിദ്യാർത്ഥികളുടെ നമ്പർ പതുക്കെ കൂടി വരുന്നതായിട്ട്, പഠനത്തിന് വേണ്ടി പോകുന്ന ആൾക്കാരുടെ നമ്പരും കൂടി വന്നു തുടങ്ങി. 2008-2009 കാലഘട്ടത്തിലൊക്കെ എത്തിയപ്പം വിദേശ പഠനം എന്നുള്ളത് കൂടുതൽ ആൾക്കാർ അതിലൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും അന്ന് UK, ന്യൂസിലാൻഡ് ഒക്കെ പോലുള്ള ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു കൂടുതൽ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടി വന്ന സമയത്താണ് ഇത് ഒരു നല്ല മേഖലയാണെന്നും അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാൽവേ മരിയയ്ക്ക് സാധിക്കുമെന്നും ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് മേഖലകളാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഫെസിലിറ്റി 2009 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് ഒരു ഓപ്ഷനായിട്ട് കരുതുകയാണ്. പക്ഷേ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ് എസ്പെഷ്യലി നല്ല നല്ല പ്രൈവറ്റ് കോളേജസ് ഉണ്ട് വിച്ച് ഗീവ് യു കമ്പാരിറ്റീവ് റേറ്റ്സ്, മേ ബി മച്ച് ലെസ്സർ. അപ്പോൾ എന്തുകൊണ്ട് കുട്ടികൾ പുറത്തു പോയി പഠിക്കണം എന്നുള്ളൊരു ചോദ്യം ആദ്യമേ മനസ്സിലുണ്ടായി. ഇപ്പോൾ എൻ്റെ മകളാണെങ്കിലും പുറത്തു പോയി പഠിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡെസിഷനുണ്ട്, ആദ്യത്തെ ഡെസിഷൻ. What do you think works in favor of studying abroad? I would say we live in a globalized world, so there shouldn't be restrictions of boundaries. കാരണം ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ഒരു നാട്ടിൽ തന്നെ അവർ സെറ്റിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവർ ഒരു 18-ാം വയസ്സിൽ അവർ ഒരിക്കലും ഒരു ഡെസിഷൻ എടുക്കുന്നില്ല, ഞാൻ ഇവിടെയാണോ ജീവിക്കാൻ പോകുന്നത്, വേറൊരു നാട്ടിലാണോ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ വിദേശ വിദ്യാഭ്യാസം എന്നുള്ളത് ഗ്ലോബലൈസ്ഡ് വേൾഡിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും മികച്ചതാണ്. ഒരിക്കലും ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരഭിപ്രായം എനിക്കില്ല, ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കരുതെന്നോ ഉള്ളൊരു അഭിപ്രായമില്ല. അപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസം കുട്ടികളെ ഏത് നിലയിൽ അവരുടെ ഭാവിയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നോ അതേപോലെ തന്നെ വിദേശത്തെ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും അവരെ മികച്ച പ്രോഗ്രാമുകൾ, മികച്ച യൂണിവേഴ്സിറ്റികൾ അവരെ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിലേക്ക് അവരെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദ ഗ്ലോബലൈസ്ഡ് വേൾഡ് എന്നുള്ളത് സ്റ്റഡി അബ്രോഡിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ്
ഞാൻ കൺസിഡർ ചെയ്യുന്നത്. യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് പർട്ടിക്കുലർ എറ. സോ സ്റ്റഡി അബ്രോഡ് പ്രിപ്പയർസ് യു ഫോർ ദിസ് വേൾഡ്. ആക്ച്വലി പോസ്റ്റ് ഇൻ്റർനെറ്റ് ഏജും അത് കഴിഞ്ഞ് പോസ്റ്റ് കോവിഡ് ഇറയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ തിങ്ക് വേൾഡ് ഹാസ് ബിക്കം മച്ച് സ്മോളർ. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ കാണുന്ന മെറ്റീരിയലും അവർക്ക് കിട്ടുന്ന അറിവുകൾ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും, അതിനൊക്കെ ഫിൽറ്റേഴ്സും പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ദർ ഇസ് നോ ബാരിയേഴ്സ് ലെഫ്റ്റ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോഴും ഇറ്റ് സീംസ് ലൈക്ക് എ വെരി ഈസി ഓപ്ഷൻ ടു ഗോ അബ്രോഡ് ആൻഡ് സ്റ്റഡി. പക്ഷേ അതിലും കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലെറ്റ്സ് ബിഫോർ വി ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദ കോൺവെർസേഷൻ ആസ് ടു വിച്ച് ആർ ദ യൂണിവേഴ്സിറ്റി കോഴ്സസിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് പൊതുവെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ദാറ്റ് ഹാപ്പൻ ഫ്രം പീപ്പിൾസ് എൻഡ്? ഈ ഒരു ഡിസിഷൻസിലേക്ക് എത്തുമ്പോൾ അവരെന്തൊക്കെ തെറ്റിദ്ധാരണകളാണ്, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് സംഭവിക്കാറ്? ആക്ച്വലി ഇത് ഇറ്റ്സ് ഓൾ അബൌട്ട് മാച്ചിങ് യുവർ എക്സ്പെക്ടേഷൻസ് വിത്ത് റിയാലിറ്റി. അപ്പം ഗ്ലോബലൈസ് മാം പറഞ്ഞു ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടമാണ്, എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ്, കുട്ടികൾക്കെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ എന്നിരുന്നാലും റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ നമ്മൾ കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എവിടെ പഠിക്കാൻ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മൾ ഹാപ്പി ആയിരിക്കും. എക്സ്പെക്ടേഷൻസ് ഉദ്ദേശം എന്താണ്? ഒരു പക്ഷേ ഒരു കുട്ടി ഒരു വിദേശ രാജ്യത്തോട്ട് പഠിക്കാനായിട്ട് പോകുമ്പം എക്സ്പെക്ട് ചെയ്യുന്നത് ഞാനിവിടെ പഠിക്കുന്നു, ഏറ്റവും നല്ല ജീവിതം ഈ പഠനകാലത്ത് എനിക്ക് കിട്ടുന്നു, നല്ലൊരു പാർട്ട് ടൈം ജോബ് എനിക്ക് അവിടെ കിട്ടണു, ഞാൻ ഒരുപാട് പൈസ സമ്പാദിക്കുന്നു, പഠനശേഷം നല്ലൊരു ജോലി എനിക്ക് അവിടെ കിട്ടണു, സെറ്റിൽമെൻറ്റ് PR അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രാജ്യം എനിക്ക് തീർന്നു. ഇതാണ് എക്സ്പെക്ടേഷൻ. റിയാലിറ്റി എന്ന് പറയുന്നത് ഈ അൾട്ടിമേറ്റ് ഗോൾ എന്താണോ അതൊരു പക്ഷേ ഒരു ജോലിയായിരിക്കാം, ചിലപ്പം സെറ്റിൽമെൻ്റ് എന്നുള്ളതായിരിക്കാം. ഇതിലോട്ട് എത്താനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട്. അപ്പോൾ ഈ കടമ്പകളാണ് ഇതിൻ്റെ റിയാലിറ്റി. അപ്പം കടമ്പകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നല്ലൊരു ജോലി കിട്ടണമായിരിക്കാം. അപ്പോൾ ഈ നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ആയിരിക്കണം. പഠനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്കേ ഏറ്റവും നല്ലൊരു ജോലിയിലോട്ട് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പഠനകാലത്ത് പാർട്ട് ടൈമിൽ മുഴുവനായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് പഠനം നേരെ ചൊവ്വേ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠനത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യും, അത് അവരുടെ ജോലിനെ ബാധിക്കും, അത് കഴിഞ്ഞുള്ള അവരുടെ ലക്ഷ്യങ്ങളെയും ബാധിച്ചേക്കാം. അപ്പം ഈ എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി, അപ്പം നമ്മൾ പോകുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പഠനം എന്ന് പറയുന്ന കാര്യത്തിൽ എത്രത്തോളം നമ്മൾ ഫോക്കസ്ഡ് ആകുന്നോ, എത്രത്തോളം അതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നോ അത്രത്തോളം ആ രാജ്യത്തെ സാധ്യതകൾ നമുക്ക് കൂടുന്നുണ്ട്. ഇതിൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആലോചിക്കാൻ വയ്യ. ഇപ്പം ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷനോ ഗ്രാജുവേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ലേമൻ ടേംസിൽ ഞാൻ സംസാരിക്കുക ബോബി. ഇപ്പം ഞാൻ വെളിയിൽ പോയി പഠിക്കുകയാണ്, എനിക്ക് കോളേജിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം, അവിടെ തന്നെ കുറേയൊക്കെ സെൽഫ് സ്റ്റഡിയും പ്രസൻറ്റേഷൻസ് തന്നെ നമ്മുടെ രീതിയല്ല. ശരിക്കും എല്ലാം തന്നെ ചെയ്യണം, റിസർച്ച് തന്നെ ചെയ്യണം, എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലിക്ക് പോവുക, അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അതിനുശേഷം വീട്ടിൽ വരിക, വീട്ടിൽ വന്ന് കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം ചെയ്യുക, പിന്നെ പഠിക്കുക. ഈ ഒരു സൈക്കിളിൽ പെടുക എന്ന് പറയുന്നത് മെൻ്റലി ആൻഡ് ഫിസിക്കലി എക്സോസ്റ്റിംഗ്. ഇതല്ലേ അവിടുത്തെ റിയാലിറ്റി ടു എ ലോട്ട് ഓഫ് കിഡ്സ്? വാട്ട് ഡു യു സീ ആൻഡ് ഹൗ ക്യാൻ യു എസ്കേപ്പ് ദിസ് റിയാലിറ്റി? ഇതിൽ നിന്ന് എങ്ങനെ മാറി നമുക്ക് പഠനത്തെ ശ്രദ്ധിച്ച് അവിടെ കഴിയാം? നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജനം എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് എവറിത്തിങ് വിൽ ബി ഈസി ആൻഡ് ഐ വിൽ ഗെറ്റ് ദ ബെസ്റ്റ്, ഐ വോണ്ട് ഹാവ് എനി പ്രോബ്ലം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് എപ്പോഴും എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഈ റിയാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എത്ര പറഞ്ഞു കൊടുത്താലും ഒരു കൺസൾട്ടൻസി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഇത് പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അയർലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും നമുക്കിവിടെ നമ്മളെന്തും രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 6:30 മണിക്ക് നമുക്കിവിടെ സൂര്യൻ വരും, വൈകുന്നേരം 6:30 മണി വരെ നമുക്കിവിടെ സൂര്യനുണ്ട്, അല്ലെങ്കിൽ 7 മണി വരെ നമുക്കിവിടെ സൺസെറ്റ്. വി നോ വെൻ ദ സൺ റൈസസ് ആൻഡ് വെൻ ദ സൺ സെറ്റ്സ്. ബട്ട് യൂറോപ്യൻ കൺട്രികളിൽ അപ്പം ഈ സൺസെറ്റ് സൺറൈസ് ഇറ്റ് ചേഞ്ചസ് ഫ്രം സീസൺ ടു സീസൺ. സോ എ സ്റ്റുഡൻറ് ഗോയിങ് ടു എ സ്കാൻഡിനേവിയൻ നേഷൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് winters are going to be harsh there and there would be seasons where they wouldn't be able to work even part time. അപ്പം ഇതിലേക്കുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വോണ്ട് ഹാവ് എനി പ്രോബ്ലം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു ക്ലൈമാറ്റിക് ഡിഫറൻസ് ഉണ്ട് ഈ രാജ്യങ്ങൾക്കെന്ന് പോലും നമ്മുടെ ഇവിടുന്ന് പോകുന്ന സമയത്ത് കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അവർ പ്രതീക്ഷിക്കുന്നത് ചെല്ലുന്ന അന്ന് തൊട്ടേ അവർക്ക് പാർട്ട് ടൈം ജോബ് അവിടെ കണ്ടെത്താൻ സാധിക്കും, അതിൽ നിന്ന് ഏർണിങ്സ് അവർക്ക് കിട്ടും. ഈ സാഹചര്യങ്ങൾ ഇത് അനുകൂലമായി വന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇവർ ബുദ്ധിമുട്ടിൽ
പോകാറുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് ഒരു കൺസൾട്ടൻസി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ള ഓർഗനൈസേഷന് പറഞ്ഞു കൊടുക്കാവുന്നത് വെൻ യു പ്ലാൻ ഫോർ യുവർ സ്റ്റഡീസ് എൻഷുർ യു ഹാവ് ഇനഫ് മണി വിത്ത് യു. ഇപ്പം ജീവിത ചെലവിന് ഒരു വർഷത്തേക്ക് ഇത്ര രൂപയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സോഴ്സ്, അതിനുള്ളൊരു ഫണ്ട് നമ്മൾ കണ്ടെത്തിയിട്ട് തന്നെ വേണം വിദേശ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ വിദ്യാർത്ഥികൾ അതിലേക്ക് കടന്നു വരാൻ. കാരണം പലപ്പോഴും പേരൻസ് പറയുന്നത് ഓക്കെ ഞങ്ങൾ ഇത്രയും ഫീസ് അടച്ചിട്ടുണ്ട്, നിങ്ങൾ ബാക്കി അവിടെ ചെന്ന് പാർട്ട് ടൈം ജോബ് ചെയ്ത് ജോലി ചെയ്യുക. പക്ഷേ അവിടെ ഈ എല്ലാ ലോഡും കൂടി താങ്ങാനുള്ള ചിലപ്പം എക്സ്പീരിയൻസ് കാണില്ല, വളരെ ഖുഷിയായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്ത ഒരു കുട്ടിയായിരിക്കും, കാലാവസ്ഥ പ്രതികൂലമായിരിക്കും, ആൻഡ് ഇറ്റ് ജസ്റ്റ് ക്രംബിൾസ് ദം. മെന്റൽ ഹെൽത്ത് ബിക്കംസ് എ ബിഗ് കൺസേൺ അല്ലേ? വാട്ട് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഡിഡ് യു ഹാവ് ഇൻ ദാറ്റ് ഏരിയ, ഫിസിക്കൽ ഹെൽത്ത് അല്ലാതെ മെന്റൽ ഹെൽത്തിന്റെ ഏരിയ? So this affects 12th grade students more than people who go for studies after undergraduate degree from here. ഇവിടെ നമ്മൾ 18 years ആയ +2 പഠിക്കുന്ന അല്ലെ ഡിഗ്രിയിലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു കുട്ടിയോട് ഇവിടെ പലപ്പോഴും പേരൻസ് പാർട്ട് ടൈം ചെയ്ത് ഈവനിങ് നീ ഏൺ ചെയ്യണം എന്ന് പറയാറില്ല. എന്നാൽ വിദേശത്തേക്ക് പോകുമ്പം നാം പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോകുമ്പം ഇനിയുള്ള ചെലവുകൾ പാർട്ട് ടൈമിൽ കൂടെ കണ്ടെത്തണമെന്ന് പറയുന്ന പേരൻസ് ആ ഒരു അഭിപ്രായം തന്നെ അവിടെ പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ പേരൻസ് അത് പലപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നിൽക്കുന്ന ഈ കുട്ടി തന്നെയാണല്ലോ അവിടെ പോകുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ചെയ്യുന്നവരുണ്ട്. ഒരുപാട് കുട്ടികൾ അങ്ങനെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടാവാം. പക്ഷേ പ്രിപ്പറേഷനിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആസ് എ പേരൻറ്റ് നിങ്ങൾ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ, നിങ്ങളുടെ പ്ലാനിൽ ഈ കുട്ടിക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് മണി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇതാണ് ഞങ്ങളിപ്പോഴും പറയാറുള്ളത്. മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം മാം ചോദിച്ചത്, ഈ ഫണ്ട് കണ്ടെത്താനായിട്ട് ഇപ്പോൾ പാർട്ട് ടൈം ഇവർക്ക് കിട്ടുന്നില്ല, വീട്ടിൽ പൈസ ചോദിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ വലിയ രീതിയിൽ അത് ബാധിക്കപ്പെടും. നമ്മൾ പല നാടുകളിൽ നിന്നും പല സമയങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് കേൾക്കാറുണ്ട്. കുട്ടികളുടെ മാനസിക നില പല രീതിയിലും ബാധിക്കപ്പെടുന്നു. അവർക്ക് പാർട്ട് ടൈം ചെയ്യാനായിട്ട് സാധിക്കാതെ വരുമ്പം എങ്ങനെ ഫണ്ട് കണ്ടെത്തണമെന്നുള്ളതിൽ അവർക്കറിയില്ല. അപ്പോൾ പലപ്പോഴും ഇത് അവരെ വേറുള്ള ഇല്ലീഗലെന്നോ അല്ലെങ്കിൽ ഈവൻ ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ പോലും കുട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആ സാഹചര്യം മോശമാകുമ്പോൾ 18 years ഉള്ളൊരു കുട്ടിക്ക് അവിടെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു നാട്ടിൽ അവരുടെ റിലേറ്റീവ്സോ ഒന്നും അല്ല പേരൻസോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവരുടെ ഡിസിഷൻസ് എപ്പോഴും കറക്റ്റ് ആകണമെന്നില്ല. ഹൗ ടു ഐഡൻറ്റിഫൈ മണി ഫോർ ദെയർ എക്സിസ്റ്റൻസ് ഇൻ ദാറ്റ് കൺട്രി. അപ്പോൾ ഇതൊരു വലിയ പ്രോബ്ലമാണ്. Yeah, and mental health, I think anything to do with health itself is very expensive. ഈ കൺട്രീസിലൊക്കെ നമ്മളൊരു ഹെൽത്ത് സപ്പോർട്ടിന് പോയാൽ വളരെ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് ബിക്കംസ് എ ബിഗ് റിക്വയർമെന്റ് അല്ലേ? അതിനും കൂടി മാറ്റി വെക്കേണ്ട ആവശ്യം. It's a mandatory requirement. Many of these countries would make sure these students have health insurance or medical insurance when they make plans for their studies. Many institutions charge them and provide them with an insurance. So that's a common practice actually. Coming to the fact of the finances, കാരണം നമ്മളിപ്പോൾ പുറത്ത് പോകുന്നത് ഓഫ് കോഴ്സ് സ്കോളർഷിപ്സ് എന്നുള്ളൊരു വാക്കുണ്ട്, വിച്ച് ഐ ഫീൽ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതെനിക്ക് ക്ലാരിറ്റി ഇല്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. കാരണം എല്ലാ യൂണിവേഴ്സിറ്റീസും സ്കോളർഷിപ്സ് കൊടുക്കുമോ, ആൻഡ് വാട്ട് എക്സാക്ട്ലി ഈ സ്കോളർഷിപ്പ്? അത് ഒരു കംപ്ലീറ്റ് വേവർ ഓഫ് ട്യൂഷൻ ഫീ ആണോ, അതിൽ പെർസെൻറ്റേജസ് ഉണ്ടോ, അതെങ്ങനെ കിട്ടാം? പിന്നെ മൂന്നാമത്തെ കാര്യം ലോൺസ്. പലരും സ്റ്റുഡൻറ്റ് ലോൺസിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം ഈ സ്റ്റുഡൻറ്റ് ലോൺസ് എത്ര ഫീസിബിൾ ആണ്, എത്രത്തോളം കവർ ചെയ്യും, ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ധാരണയില്ല. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ? അക്കാഡമിക് മെറിറ്റിൽ ഇവരുടെ മാർക്സിൻ്റെ ബേസിസിൽ ലോകത്ത് പല രാജ്യങ്ങളിലും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അത് അവർ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താലും ഇനിയും ഏജൻസികൾ വഴി അപ്ലൈ ചെയ്താലും കൺസൾട്ടൻസികൾ വഴി അപ്ലൈ ചെയ്താലും അവർക്ക് ഈ സ്കോളർഷിപ്പിന് ആക്സസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഈ സ്കോളർഷിപ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഹൈപ്പ് ചെയ്യുന്നത്, അപ്പോൾ അത്രയും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ നിന്ന് ഞാനൊരു ഇമാജിനേറ്റീവ് ഫിഗറാണ് പറയണം. ഐ എം നോട്ട് സെയിങ് ദിസ് ഈസ് എൻ ആക്ച്വൽ ഫിഗർ. സപ്പോസ് 25,000 students are going abroad for studies from Kerala. How many of them would be getting scholarship? Maybe 100, maybe 250. Anyway, not beyond 5% of the total students going from here. അപ്പം ഈ 5%-ന് my numbers could be wrong. ഞാൻ ഈ പറയുന്ന പെർസെൻറ്റേജ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയുടെ ബേസ്ഡ് ആയിട്ടൊന്നും അല്ല പറയണത്, വെറുതെ ഒരു റാൻഡം ഫിഗർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ 5%-ന് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ ഹൈപ്പ് ചെയ്തായിരിക്കാം പലപ്പോഴും
ഒരുപാട് ആൾക്കാരെ ഈ വിദേശ വിദ്യാഭ്യാസത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ ഈ സ്കോളർഷിപ്സ് അക്സസിബിൾ ആകുന്നുള്ളൂ. അപ്പോൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് എ വേവർ ഓഫ് ട്യൂഷൻ ഫീ. There are scholarships where you get 100% tuition fee waiver along with some stipend for your living expenses as well. Then there are scholarships like $1,000, $2,000 or 2,000 pounds or 4,000 pounds given by many of the institutions based on certain level of marks, certain level of score in language exams, which they give to a lot of students. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് സെലക്ടഡ് പ്രോഗ്രാമിലേക്ക് ഇന്ത്യ ബിക്കോസ് ഇന്ത്യ ഇൻ ദ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യ ഡസൻ റാങ്ക് ആസ് ഗുഡ് ആസ് മെനി അതർ കൺട്രീസ്. നമ്മുടെ കൺട്രിയിൽ നിന്ന് ചില പ്രോഗ്രാമുകൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ചില രാജ്യങ്ങളിൽ അവർ ട്യൂഷൻ ഫീയിൽ 35%, 50% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ബട്ട് ദീസ് ആർ ഓൾ നോട്ട് ഇൻ ഹ്യൂജ് നമ്പേഴ്സിൽ ഇതില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ടൊരിക്കലും certainly അതിൽ ലക്ഷ്യം വെക്കാം. വി ക്യാൻ ട്രൈ ഫോർ ദോസ് സ്കോളർഷിപ്സ് ബട്ട് ഡോണ്ട് എക്സ്പെക്ട് everybody is getting those scholarships and going for studies abroad using such scholarships. That brings us to the loan aspect. കാരണം സ്റ്റുഡൻറ്റ് ലോൺസ് എടുത്തിട്ട് പോകുമ്പോൾ പലപ്പോഴും 100% കോഴ്സിൻ്റെ ചിലവുകൾ അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസസും അതെല്ലാം കവർ ചെയ്തിട്ടായിരിക്കില്ല സ്റ്റുഡൻറ്റ് ലോൺ എടുക്കുന്നത്. ഇറ്റ് വുഡ് ബി പ്രോബബ്ലി 50% or 60%. ഇസ് ദാറ്റ് ദ റൈറ്റ് ഡിസിഷൻ ടു ടേക്ക്? അതാണോ ശരിയായ വഴി? ഓർ യു തിങ്ക് കൺസിഡറിങ് അവിടുത്തെ എക്സ്പെൻസസും അവിടുത്തെ ലൈഫ് സ്റ്റൈലും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു 100% ഫുൾ എക്സ്പെൻസിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ലോൺ എടുക്കുന്നതായിരിക്കുമോ നല്ലത്? എന്താണ് നമ്മൾ ഏത് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റുഡൻറ്റ് ലോൺ എടുക്കേണ്ടത്? ഏത് രീതിയിലാണ് നിങ്ങൾ ഈ വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഫണ്ട് അല്ലെ ടോട്ടൽ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതെങ്കിലും അതൊരു ലോൺ ആകാം, പേരൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാകാം, നിങ്ങളുടെ സിബ്ലിങ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാകാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ടോട്ടൽ സ്റ്റഡിയുടെ എക്സ്പെൻസസും ലിവിങ് എക്സ്പെൻസസും ആക്സിഡൻ്റൽ എക്സ്പെൻസസും ഇത് കവർ ചെയ്യുന്ന നിലയിൽ ഫണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇറ്റ് കുഡ് ബി ഫ്രം എ ലോൺ ഓർ ഇറ്റ് കുഡ് ബി യുവർ ഓൺ മണി ഓർ യുവർ പാരൻസ് മണി. ബട്ട് ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്യാനുള്ള ഒരു ഫണ്ട് കണ്ടിട്ട് മാത്രമേ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആലോചിക്കാവുള്ളൂ. ഇതിങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടും ഇങ്ങനെ നമ്മളിതിലേക്ക് പ്ലാൻ ചെയ്യാത്തത് കൊണ്ടുമാണ് പലപ്പോഴും ഡിസാറ്റിസ്ഫാക്ഷൻ കൂടുതലായിട്ടും ഈ മേഖലയിൽ വരുന്നത്. കാരണം കുട്ടികളോട് അഡ്വൈസ് ചെയ്യുമ്പം പലപ്പോഴും കൺസൾട്ടൻസീസ് പറയുന്നത് ആദ്യത്തെ സെമസ്റ്ററിലെ ഫീസ് മാത്രം മതി, ബാക്കി നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്ത് ഏൺ ചെയ്യാം, നമുക്ക് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ അതൊരു പേരൻസ് കേൾക്കുമ്പോഴും അതൊരു അട്രാക്റ്റീവ് കാര്യമാണല്ലോ. അപ്പം ബിസിനസ് കൺവേർഷൻ ആ ഒരു സ്റ്റുഡൻറ്റിനെ ഒരു ക്ലയൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആ കൺസൾട്ടൻസി അവിടെ സക്സീഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുമ്പം. പക്ഷേ ആ ക്ലയൻറ്റ് ചിലപ്പോൾ ലേറ്റർ ഡിസാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടാവുമായിരിക്കാം. ആ വാർത്ത ഒരിക്കലും നമ്മളാരും ശ്രദ്ധിക്കുന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷനിലോട്ട് വരുന്നുമില്ല. അപ്പം എപ്പോഴും ഇതിൻ്റെ ഫണ്ടിങ് പാർട്ട് പറയുമ്പം ടോട്ടൽ എക്സ്പെൻസസ് കവർ ചെയ്യാനുള്ള ഒരു ഫണ്ട് അവൈലബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ലോൺ ആണെങ്കിലും ലോൺ കംപ്ലീറ്റ് എക്സ്പെൻസസിലേക്ക് എടുത്തു വെക്കുവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇനി റിക്വയർമെൻറ്റ് വരുന്നില്ല, പാർട്ട് ടൈം ചെയ്യുന്നു, ലിവിങ് എക്സ്പെൻസ് നിങ്ങൾക്ക് തന്നെ മീറ്റ് ചെയ്യാൻ ഒരുപാട് കുട്ടികളല്ല മിക്കവാറും കുട്ടികൾ പാർട്ട് ടൈം ജോലി ചെയ്ത് അവരുടെ ലിവിങ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിക്കേണ്ട, ഈ ലോൺ നിങ്ങൾ വിനിയോഗിക്കേണ്ട, അപ്പോൾ ഇൻട്രസ്റ്റ് പേയേണ്ടതായിട്ടും വരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു കാലയളവിന് വേണ്ടി നമുക്ക് ചിലവാകാൻ പോകുന്ന പൈസയുടെ കണക്കെടുത്തിട്ട് ആ ടോട്ടൽ പൈസ അത് ലോണായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയോ എല്ലാ സപ്പോർട്ട് വെച്ചിട്ട് ഒരു ബൾക്ക് സം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇൻ എ നട്ട്ഷെൽ. Absolutely. This should be available somewhere and there should be access to this fund if needed. ഇപ്പോൾ എൻ്റെ ജനറേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചത് നമ്മുടെ ഒരു ഇന്നേറ്റ് ആഗ്രഹം ഉണ്ടല്ലോ, എനിക്ക് ഈ സബ്ജക്റ്റ് പഠിക്കണം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ഒരു പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ഇന്നർ കോളിങ്ങിൻ്റെ ബേസിസിലാണ് നമ്മൾ സബ്ജക്ട്സ് ചൂസ് ചെയ്യുന്നതും ഇൻട്രസ്റ്റിൻ്റെ ബേസിസിലായിരുന്നു ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ആ ഒരു ലൈനിൽ പെർസ്യൂ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റഡി അബ്രോഡ് ഇത്രയും വലിയൊരു സംഭവമായ പിന്നെ ആൻഡ് ഈ PR-ഉം ഇമിഗ്രേഷനും ഒക്കെ വലിയ വലിയ കാര്യങ്ങളായ പിന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും കുട്ടികൾ അവരുടെ ഇന്നർ കോളിംഗ് ഫോളോ ചെയ്യാതെ അവിടെ PR-ന് സ്കിൽ സെറ്റ്സിനനുസരിച്ചാണ് ഇവിടെ ഇരുന്നിട്ട് കോഴ്സസ് സെലക്ട് ചെയ്യുന്നത് വിതൗട്ട് ആക്ച്വലി ട്രൂലി ലുക്കിംഗ് വിതിൻ ഓർ മേ ബി ടേക്കിംഗ് യുവർ ടൈം ഓൾസോ ടു ഡിസൈഡ് എന്താണ് എൻ്റെ ശരിക്കുള്ള ആപ്റ്റിറ്റ്യൂഡ്, എൻ്റെ കരിയർ എന്തായിരിക്കണം എന്നൊരു ചിന്ത ഇവിടെ നടക്കുന്നില്ല എന്നുള്ളൊരു സംശയമുണ്ട്. അത് ശരിയാണോ ബോബി? ഇപ്പോൾ ആ ചോദിച്ചതിൻ്റെ മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്
അപ്പം പലപ്പോഴും ഇപ്പം ചോദിച്ചതിൻ്റെ കുട്ടികൾ വേറൊരു രാജ്യത്തെ സാധ്യതകളെ മനസ്സിലാക്കി ആ മേഖലകളിലോട്ട് ഫോക്കസ് ചെയ്യുന്നുവെന്ന് പറയുമ്പം ഈ വിദ്യാഭ്യാസം കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് ആ രാജ്യത്തൊരു ജോലിയും ആ രാജ്യത്ത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പം അങ്ങനെ ഒരു ആലോചനകൾ അല്ല അങ്ങനെ ഒരു പ്ലാനുകൾ വരുമ്പോഴാണല്ലോ ഞാനിവിടെ എന്ത് പഠിച്ചു എന്നുള്ളതും എൻ്റെ ലക്ഷ്യങ്ങൾ അല്ല എൻ്റെ ആഗ്രഹങ്ങൾ എന്നുള്ളത് മാറ്റി നിർത്തി ആ രാജ്യത്ത് എന്താണോ റിക്വയർമെൻ്റ് എന്നുള്ളത് നോക്കി പ്രോഗ്രാമുകളിലോട്ട് പോകുന്നത്. അപ്പം ഇത് റെക്കമെൻഡഡ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരു വിഭാഗം നമ്മുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി അല്ലെ പാരൻറ് കമ്മ്യൂണിറ്റി ജനറലി കമ്മ്യൂണിറ്റി ഫോർ ദം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദേശത്ത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് അവരതിനെ പരിഗണിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഒരു കൺസൾട്ടൻസി ഒരു ഓഫീസിൽ വന്ന് ഇപ്പോൾ സാൽവേ മരിയ പോലുള്ള ഒരു ഓഫീസിൽ വന്ന് സംസാരിക്കുമ്പം അവർ ചോദിക്കുന്നത് എൻ്റെ ഈ മേഖലയിൽ എനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള അടുത്ത പ്രോഗ്രാം ഏതാണ് എന്നുള്ളതിന് പകരം എനിക്ക് ഈ രാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ ഏത് പ്രോഗ്രാം പഠിച്ചാൽ സാധിക്കും. അപ്പം ഈ രണ്ട് ചോദ്യങ്ങളുടെയും മറുപടി രണ്ടാണ്. ഈ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ് എൻ്റെ ഈ മേഖലയിലെ മികച്ച പ്രോഗ്രാം ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരു കുട്ടി വളരെ ഫോക്കസ്ഡ് ആണ്. ആ കുട്ടിക്ക് ആ മേഖലയിലാണ് പഠിക്കേണ്ടത്, അയാൾക്ക് അതിലാണ് അയാളുടെ ഭാവി അയാൾ കാണുന്നത്. അപ്പം ദിസ് പേഴ്സൺ ഇനി അയാൾ പോകുന്ന രാജ്യത്ത് സപ്പോസ് ആ മേഖലയിൽ ഒരു ജോലിയേ ഉള്ളെങ്കിലും ഈ ആൾക്ക് ചിലപ്പം ആ ജോലിയിൽ എത്താനുള്ള കഴിവ് കണ്ടേക്കാം, ഷോർട്ടേജ് അവിടെ ഇല്ലെങ്കിലും. ജനറലി പറഞ്ഞ രണ്ടാമത് പറയുന്ന ആ വിഭാഗം ഏത് പഠിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവരുടെ ഫോക്കസ് ഇമിഗ്രേഷൻ എന്നുള്ളത് വരുന്നത് ഈ ഗ്രൂപ്പിലാണ് എപ്പോഴും ചലഞ്ച് വരുന്നത്. കാരണം ഇവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് ഇപ്പോൾ ഒരു കൺസൾട്ടൻസി ഏത് കൺസൾട്ടൻസിയും ആയിക്കോട്ടെ അവരവരോട് ഈ പറയുന്ന സ്റ്റുഡൻറ്റിനോട് അല്ലെ പേരൻറ്റിനോട് പറയുന്ന മറുപടി അന്ന് സംസാരിക്കുമ്പോഴുള്ള സാഹചര്യങ്ങളുടെ മാത്രം ബേസിസിലാണ്. അപ്പം ഒരുപക്ഷെ ഈ കുട്ടി പഠിക്കാൻ പോകുന്നത് ഒരു ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ 4 വർഷത്തിന് ശേഷം ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പം ആ രാജ്യത്തിൻ്റെ അവസ്ഥയെ മാറിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 4 വർഷം കഴിഞ്ഞ് കുട്ടി ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തൊരു പ്രോഗ്രാം ഞാൻ പഠിച്ചു, എന്തിനാ പഠിച്ചത്? അവിടെ ജോലി കിട്ടാനല്ലേ, അവിടെ സെറ്റിൽ ചെയ്യാനാണ്. എൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്തോ? ഇല്ല. ഇപ്പം ഇന്ന് നോക്കുമ്പോൾ അവിടെ ജോലി അവസരമുണ്ടോ? ഇല്ല. നിയമങ്ങളെല്ലാം മാറി. അപ്പം ഇതൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ്. സോ ഗിവിങ് അഡ്വൈസ് എന്ന് പറയുന്നത് ഐ വുഡ് സേ ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്. ഇഫ് യു ആസ്ക് മീ അറ്റ് എ പേഴ്സണൽ ലെവൽ വാട്ട് ഷുഡ് ബി ദ ഫോക്കസ് എന്ന് എന്നോട് ചോദിച്ചാൽ കീപ്പിംഗ് സാൽവേ മരിയ apart, okay, എന്നോട് ചോദിക്കുകയാണ് what would be the right program for a student, I would say study in the field where you have that passion. You will become successful. World needs people in every sector, not just nurses, not just doctors. We need people in IT, we need people in arts, we need people in social work, we need people in every sector. We need people. അങ്ങനെയാണല്ലോ ലോകം മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ ഇവിടെ പക്ഷേ വിദേശ വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്ന കുട്ടികൾ പലപ്പോഴും താല്പര്യപ്പെടുന്നത് അവിടുത്തെ റിക്വയർമെന്റ് അനുസരിച്ച്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ ആക്ച്വലി. കാരണം ഇതിന് എന്ത് മറുപടിയാ പറയണ്ടേ? കാരണം ഇവരുടെ ലക്ഷ്യം അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. പഠനം എന്നുള്ളത് അവരതിനൊരു മാർഗമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു എളുപ്പമുള്ള ചോദ്യമല്ല, അതിനൊരു ഡെഫിനറ്റ് ആൻസർ പറയാൻ പറ്റുമെന്നും തോന്നുന്നില്ല. അതുപോലെ ഒരു വലിയൊരു ഇഷ്യൂ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 2-3 വർഷം മുമ്പായിരുന്നു തോന്നുന്നു, കാനഡയിൽ ഒരു സെറ്റ് ഓഫ് കോളേജസ് അടച്ചിട്ട് കുറേ അധികം കുട്ടികൾ, അതിനകത്ത് മലയാളികളുണ്ടായിരുന്നു, പക്ഷേ കുറേയൊക്കെ പഞ്ചാബീസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ ബോംബെ എയർപോർട്ടിൽ നിന്നെടുത്തപ്പോൾ അവിടെ ഒരു ഫാമിലി വന്നിരുന്നു, വളരെ ഉൾപ്രദേശത്ത് നിന്ന് പഞ്ചാബിൽ നിന്ന് വന്ന് അവരവരുടെ മകളെ അയക്കുകയാണ് കാനഡയിലേക്ക്. ആൻഡ് അവർക്ക് ആ കുട്ടിക്കും ഇംഗ്ലീഷ് തീരെ അറിയില്ല. ഫാമിലി വളരെയധികം എന്താ പറയുക, ഫാമിംഗ് ഗ്രാമീണ കമ്മ്യൂണിറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ഫുൾ ഹോപ്പ് ഈ കുട്ടിയുടെ മുകളിലാണ്. അവരുടെ ഫുൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, ഫാമിലിയെ എലിവേറ്റ് ചെയ്യാൻ പോകുന്ന ഈ കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി ഭയങ്കര നൈവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പ്രത്യേകിച്ച് നമ്മൾ സിറ്റിയിലെ കുട്ടികളെ ഒഴിവാക്കിയാൽ, ഒരു തീരെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്ഥിതി അല്ലെങ്കിലും എന്നാൽ തന്നെ ഒരു ഉൾപ്രദേശത്തു നിന്ന് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അത്രയും ഡെവലപ്ഡ് അല്ലാത്ത ഏരിയാസിൽ നിന്നുള്ള കുട്ടികൾ, അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ദിസ് ഇസ് ഫോർ ദം ടു. ഇപ്പോൾ പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ അതിനൊരു മറുപടി പറയാം. ഇപ്പോൾ ആ ബോംബെ എയർപോർട്ടിൽ കണ്ടുമുട്ടിയെന്ന് പറയുന്ന കുട്ടി, ഞാൻ വിചാരിക്കുന്നത് ക്യൂബക് എന്ന് പറയുന്ന കാനഡയുടെ പ്രോവിൻസിലെ പ്രൈവറ്റ് കോളേജുകളിൽ ഏതെങ്കിലും പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥി ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം 2018-19 കാലഘട്ടത്തിൽ കാനഡയിലെ ക്യൂബക് എന്ന് പറയുന്ന പ്രോവിൻസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട്
കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മുഴുവനായിട്ടും ഒരുപാട് കുട്ടികളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു എന്നല്ല ചെയ്തു. ക്യൂബക്കിലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുട്ടികൾക്ക് കൊടുത്തിരുന്ന അട്രാക്ഷൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ക്ലാസ് ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ ഇവർക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാം, കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ഈ ക്യൂബക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് whoever approached us for recruitment, we said no to them. If you ask me why we said no to them, was it anticipating problems which happened in 2022? No, it was not anticipating all those problems. 2022 ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഈ ക്യൂബക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ബാധിക്കപ്പെട്ടു. 2019 ഞങ്ങൾ എന്തുകൊണ്ട് ഈ ക്യൂബക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് നോ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, റീസൺ ഈസ് വെരി സിമ്പിൾ. നമ്പർ 1, അവർ പറഞ്ഞിരുന്നത് ആഴ്ചയിൽ ഒരു ദിവസമേ ക്ലാസ് ഉള്ളൂ, പഠിക്കേണ്ടതായിട്ടേ വരത്തില്ല. സാൽവേ മരിയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ബീറ്റ് എ യൂണിവേഴ്സിറ്റി ഓർ എ കോളേജ്, ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ തന്നെ അവരോട് നോ പറയും, ഞങ്ങൾ അവർക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ 2019 ഞങ്ങൾ റിക്രൂട്ട് ചെയ്യത്തില്ല എന്ന് പറയുകയും സോഷ്യൽ മീഡിയയിൽ ആ കാലഘട്ടത്തിൽ തന്നെ സാൽവേ മരിയയുടെ ഒരു പബ്ലിക് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ട്. വി സെഡ് നോ ടു ക്യൂബക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരള സ്റ്റുഡൻസ്, be careful. There was a post, okay, we shared it in the public domain. അപ്പം ഇത് പറഞ്ഞിട്ടും കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അതിന് പോയി. കാരണം അന്ന് അവർക്കും ലക്ഷ്യങ്ങളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പാർട്ട് ടൈം വർക്ക് ചെയ്യാവുന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ടും കുട്ടികൾ അട്രാക്റ്റഡ് ആവുമല്ലോ, കാരണം അവരുടെ ഏജ് അതാണ്. അവർക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുകയില്ല അതൊരു തെറ്റായ കാര്യമാണെന്നുള്ളത്. അപ്പോൾ 2022 ഈ പല എല്ലാം, ഐ വുഡൻ സേ പല, മോസ്റ്റ് ഓഫ് ദീസ് Quebec institutions closed down. Okay, government decided to close down because they were not maintaining quality, they were not providing education. അപ്പോൾ ഇത് ക്ലോസ് ഡൗൺ ചെയ്തപ്പം അന്ന് അവിടെ ഫീസ് പേ ചെയ്ത് സ്റ്റുഡൻസ് ആയിട്ട് എൻറോൾഡ് ആയിട്ടുണ്ടായിരുന്ന കുട്ടികളെല്ലാം ബാധിക്കപ്പെട്ടു. അപ്പം 2019 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കാര്യം 2022 ഷട്ട് ഡൗൺ ചെയ്തത്. 4 വർഷം ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിച്ചു. അമ്മ കണ്ടുമുട്ടിയത് ബോംബെയിലുള്ള സ്റ്റുഡൻറ്റ് ഈ ഗ്രൂപ്പിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. റൈറ്റ്. അപ്പം ഇത് എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. കറൻ്റ്ലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും കാനഡ പറയുമ്പം എല്ലാവർക്കും എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത് കൊണ്ട് കാനഡ, ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ റീസൺസ് ഓൾസോ വെയർ ദെയർ, ഓക്കെ, ബിഹൈൻഡ് കാനഡാസ് ഡിസിഷൻ ടു കൺട്രോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് നമ്പേഴ്സ്. പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടെന്നും നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് പറയാം. ഇമിഗ്രേഷൻ ഒരു ഹോട്ട് സബ്ജക്റ്റ് ആയി, പൊളിറ്റിക്കൽ കറക്റ്റ്, അതൊരു ഓഫ് കോഴ്സ് അതൊരു റീസൺ ആണ് കാനഡയുടെ മാറ്റങ്ങളിൽ. അപ്പം കാനഡ ഇന്ന് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, കാരണം നമ്മുടെ മുന്നിൽ അതിൻ്റെ കണ്ടു. Okay, but we are not talking about what will happen in certain other destinations maybe 3 years or 4 years from now. കാരണം എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്നില്ല. 2023 ഈ പീക്ക് നമ്പേഴ്സ് ഹിറ്റ് ചെയ്തപ്പം, റെക്കോർഡ് സെറ്റിംഗ് നമ്പേഴ്സ് അച്ചീവ് ചെയ്തപ്പം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലിബ്രേറ്റ് ചെയ്തു, കൺസൾട്ടൻസീസ് സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ മറന്നുപോയത് ഈ റെക്കോർഡ് സെറ്റിംഗ് നമ്പേഴ്സിലോട്ട് എത്തിയപ്പോൾ ഈ കുട്ടികൾ പോയ പ്രോഗ്രാമുകൾ എന്ത് കൈൻഡ് ഓഫ് പ്രോഗ്രാമുകളായിരുന്നു. ഇപ്പോൾ 2022 2023 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ നിന്നുള്ള ഡിമാൻഡ് കനേഡിയൻ എഡ്യൂക്കേഷന് കൂടുന്നുണ്ട്, അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ട് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ പുതിയ ബാച്ചസ് ഓഫ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കോർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമോ ഹെൽത്തിലുള്ള ഒരു കോർ പ്രോഗ്രാമോ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ലാബ് ഫെസിലിറ്റീസ് വേണം, അതിൻ്റെ അപ്രൂവൽ പ്രോസസ്സ് ലോങ് ആണ്, ഇൻഫ്രാസ്ട്രക്ചർ വേണം. അവർ ചെയ്തത്, I'm talking about Canadian institutions, I'm not blaming them, I'm just sharing, the insights. Many of them, what they did is they started management programs, they started project management where they would take in students from any background, they started international business management, whatever you studied prior, you can apply for this. They started health management, whatever you studied in health, this is the program for you. ഈ പ്രോഗ്രാമിന്, ഈ മാനേജ്മെന്റ് എന്നുള്ളത് ടൈറ്റിലിൽ വരുന്ന ഈ പ്രോഗ്രാമിനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് ക്ലാസ് റൂമും ലെക്ചററും ചെയേഴ്സും മതി, വേറെ റിക്വയർമെന്റ്സ് ഇല്ല. വാട്ട് വുഡ് ബി ദ ഫ്യൂച്ചർ അല്ലേ? ഈ പ്രശ്നങ്ങൾ വേറെയുള്ള കൺട്രികളിൽ വന്നേക്കാവോ? Ireland actually is a very upcoming destination. Lot of Kerala students are now going to Ireland. So how is Ireland? Everybody would say
it's a very good place. Ireland is an excellent place to be in. Ireland has extremely good universities. World top ranked ആയിട്ടുള്ള universities ഉണ്ട്. Ireland has only a very few institutions. It's a small country of around 50 lakh people. ഈ കുറച്ച് യൂണിവേഴ്സിറ്റികളെ ഉള്ളൂ എന്നുണ്ടെന്ന് പറയുമ്പോഴും നല്ല വിദ്യാഭ്യാസം അവിടെയുണ്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെയുണ്ട്. ഇതാണ് അയർലൻഡിലോട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളെല്ലാം ഈ നല്ല യൂണിവേഴ്സിറ്റികളിലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആണോ ജോയിൻ ചെയ്യുന്നത്? അപ്പം ഈ ചോദ്യം, ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഒരുപക്ഷെ 2030 2028 ആൾക്കാർ പറയുമായിരിക്കാം അയർലൻഡിൽ പോയ കുട്ടികൾ സ്ട്രഗ്ലിംഗ് ആണ്. കാനഡയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ 2-3 വർഷത്തിനപ്പുറത്ത് നമ്മളിത് കേൾക്കുമായിരിക്കാം. കാരണം നമ്പേഴ്സ് ഭയങ്കരമായിട്ട് കറൻ്റ്ലി ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് ഗ്രോ ചെയ്യുന്നത് ഈ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണോ ഗ്രോ ചെയ്യുന്നത്? നോ. അവരുടെ കപ്പാസിറ്റി അവരവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല. അവരുടെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് അവർ ലോവർ ചെയ്തിട്ടില്ല. അപ്പം കറൻ്റ്ലി മാർക്സ് കുറവുള്ള, ഒരുപാട് ബാക്ക്ലോഗ്സ് ഉള്ള ഒരു വീക്ക് സ്റ്റുഡൻറ്റ് അയർലൻഡിന് പോകണമെന്ന് താല്പര്യപ്പെട്ടാൽ അയർലൻഡിലെ 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ അവരെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ബ്രിങ്സ് മീ ടു ജർമ്മനി. ഇപ്പോൾ എല്ലാ റഷ്യൻ ഫോക്കസ് ഇസ് ഓൺ ജർമ്മനി. ആൻഡ് കേരളത്തിൽ തന്നെ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ജർമ്മൻ സ്പീക്കിംഗ്, ജർമ്മൻ B2 ലെവൽസ് അല്ലേ, അത് ക്ലിയർ ചെയ്യാനുള്ള കോഴ്സസും അക്കാഡമീസും ഒക്കെയാണ്. ഈ ഒരു നമ്മൾ കാനഡ അനുഭവം വെച്ച് നോക്കിയാൽ നമ്മൾ ഇപ്പോൾ ജർമ്മനിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് ബോബി പേഴ്സണലി കാണുന്നത്? അപ്പോൾ ഇവിടെ ജർമ്മനിക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ പല ലെവലിലുള്ള പ്രോഗ്രാമുകൾക്ക് പോകുന്നുണ്ട്. സാൽവേ മെറിയയ്ക്ക് സ്റ്റഡി പ്രോഗ്രാംസ് എന്നുള്ളത് മാത്രമേ സർവീസസ് ഉള്ളൂ. ഇപ്പോൾ ഓസ് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമോ AU പെയറിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമോ ഇതൊന്നും നമുക്ക് അവൈലബിലിറ്റി ഇല്ല. ഇതെല്ലാം വർക്ക് ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോഗ്രാമാണ്. അപ്പം അതിലോട്ടും I definitely will add a few things related to those programs. ഓക്കെ, ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളോട് സാൽവേ മെറിയ കഴിവതും അഡ്വൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്, ജർമ്മനി ഒരു ജർമ്മൻ സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാതെ നിങ്ങൾക്ക് ആ കൺട്രിയിൽ സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം പഠിക്കണത്, എക്സെപ്ഷൻസ് ആർ ദെയർ, ബട്ട് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം വുഡ് ബി സ്റ്റഡിങ് ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് റൺ ബൈ German universities. So their programs are in English, but they are studying in a German university. അപ്പം ഈ പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പം when they come into the job market, their German skills would be necessary. They studied in English. They studied in Germany, but the medium was English. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠനശേഷം ജോലി അന്വേഷിക്കുമ്പം ജർമ്മൻ സ്കിൽസ് എന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ജർമ്മൻ പറയണം അല്ലെങ്കിൽ ജർമ്മൻ നല്ലോണം അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല. ജർമ്മൻ വേണ്ട. IELTS അല്ലെങ്കിൽ PTയുടെ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ എഞ്ചിനീയറിംഗിനൊക്കെ കുറേ കുട്ടികൾ പോകാറുണ്ടല്ലോ മാസ്റ്റേഴ്സ് ലെവലിൽ. Is that safe an option? Absolutely. ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ട്യൂഷൻ ഫീ വളരെ നോമിനൽ എമൗണ്ട്, നമ്മൾ യൂഷ്വലി പറയുന്നത് ഫ്രീ ആണെന്നാണ്, പക്ഷേ ചെറിയ എമൗണ്ട് മേ ബി 500 euros or 1000 euros ഒക്കെ ഫീസ് ആയിട്ട് വരാം. സോ ദ ഫീസ് ഈസ് യൂഷ്വലി നോട്ട് ദെയർ. ഓക്കെ, മേ ബി ഓൺലി ദിസ് സ്മോൾ എമൗണ്ട് വുഡ് ബി ദെയർ. അപ്പോൾ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും വേൾഡിലെ ഏറ്റവും ബെസ്റ്റ്, ജർമ്മൻ ടെക്നോളജി ഈസ് ഫേമസ് അക്രോസ് ദ വേൾഡ്. ഒക്കെ അപ്പം തീർച്ചയായിട്ടും അവർ നല്ല പ്രോഗ്രാമുകളാണ് നൽകുന്നത്. പക്ഷേ ജോബ് മാർക്കറ്റിലോട്ട് ഇവർ എൻറ്റർ ചെയ്യുമ്പോൾ ഈ ജർമ്മൻ സ്കിൽസ് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1 ഇയറിൻ്റെ അല്ലെങ്കിൽ വാട്ട് എവർ ദ ഡ്യൂറേഷൻ ഓഫ് ദ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഈസ്, ദേ ആർ സ്റ്റഡിങ് ഇറ്റ്, ദേ ആർ ഇൻട്രാക്ടിങ് വിത്ത് പീപ്പിൾ ഡ്യൂറിങ് ദാറ്റ് ടൈം, ആൻഡ് പോസ്റ്റ് സ്റ്റഡീസ് ദേ ആർ ഗെറ്റിംഗ് 18 months ഓഫ് സ്റ്റേ ബാക്ക്. സോ ഡ്യൂറിങ് ദാറ്റ് ടൈം ഡെഫിനറ്റ്ലി ദേ വുഡ് ഇംപ്രൂവ് എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ റിയാലിറ്റി ഡിഫറെൻ്റ്. എല്ലാ രാജ്യങ്ങളും അവർക്ക് സ്കിൽ ഷോർട്ടേജ് വളരെ വലിയ രീതിയിലുള്ളപ്പോൾ they will be very welcoming. And once they overcome that, once they know they are going to overcome it, then they would start that filtration process where they would say yes to the best candidates and no to others. അപ്പോൾ ആ ഒരു പോയിന്റിൽ മാത്രമേ നമ്മുടെ ഇവിടെ നമ്മൾ റിയലൈസ് ചെയ്യുകയുള്ളൂ this country is now becoming strict. അവരുടെ അജണ്ട തന്നെ അതായിരിക്കാം. Now they need people
they're taking everyone. So we get a lot of proposals actually from institutions, suggesting we could become partners and recruit. ഫ്രാൻസിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രപ്പോസൽ കിട്ടിയതിന് ശേഷം വി ട്രൈ അവർ ലെവൽ ബെസ്റ്റ് ടു വിസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എസ്പെഷ്യലി വെൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ന്യൂ. അപ്പം ഞങ്ങൾ ഇവരോട് പറയാതെ വി തോട്ട് വി വുഡ് go to their campus and see how the facility is. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മാപ്പിലിട്ട് ഇത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് വെൻ വി റീച്ച് ദെയർ വി ഫൗണ്ട് ദാറ്റ് ദ ഫെസിലിറ്റി ഈസ് ടു ബാഡ്. അതായത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ കണ്ടത് അത് വളരെ ചെറിയൊരു ഫെസിലിറ്റി, ഒരു കോഫി ഷോപ്പിന്റെ മുകളിൽ റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, മേ ബി 2-3 ക്ലാസ് റൂം അവർക്ക് കണ്ടേക്കാം. ഫ്രഞ്ച് ഗവൺമെന്റ് അവർക്ക് അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് പ്രോഗ്രാംസ് റൺ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾക്ക് അവിടെ ആ ഫെസിലിറ്റി കണ്ടപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി അവിടെയാണോ പഠിക്കേണ്ടത് എന്ന് തോന്നി. വി സെഡ് നോ ടു ദം. അപ്പം ആസ് എ പോളിസി ഞങ്ങൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പ്രപ്പോസൽ വന്നാൽ we try to check properly and we don't associate with everyone coming our way. But students, അവർക്ക് പലപ്പോഴും പാരീസിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിയർ ടു എ ബിഗ് ഷോപ്പിംഗ് മാൾ എന്ന് പറയുമ്പോൾ അവർക്കത് എക്സൈറ്റിംഗ് ആണ്. ഫെസിലിറ്റി അവർ കയറി നോക്കുമ്പോൾ വെബ്സൈറ്റിൽ ചിലപ്പോൾ ഒരുപക്ഷെ കാണിച്ചിരിക്കുന്നത് ആ ഫുൾ ബിൽഡിംഗ് ആയിരിക്കാം. ഒരിക്കലും ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല ആ ഫുൾ ബിൽഡിങ്ങിൻ്റെ ഏതോ ഒരു പോർഷനിലുള്ള 2-3 റൂം മാത്രമാണ് ഇവർ ഈ പറയുന്ന കോളേജ്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഘടകം ക്വാളിറ്റി ചെക്ക് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഫ്രാൻസിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ജർമ്മനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് ഇല്ലാതെ സർവൈവ് ചെയ്യാനായിട്ട് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. ഈ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കാൻ പോകുന്നതിൻ്റെ വലിയൊരു വിഭാഗവും ബിസിനസ് പ്രോഗ്രാമുകൾ പഠിക്കാനുമാണ് പോകുന്നത്. ബിസിനസ്, ഹോസ്പിറ്റാലിറ്റി, ഈ സെക്ടേഴ്സിൽ ലോക്കൽ ലാംഗ്വേജ് ഇല്ലാതെ ഒരു തരത്തിലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പം ഇൻ്റർനെറ്റ് ഇത്രയും പോപ്പുലറായ ഈ കാലഘട്ടത്തിൽ, ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള വേൾഡിൽ സ്റ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വി ഓൾ ഷുഡ് തിങ്ക്. ദാറ്റ് ബ്രിങ്സ് മീ ഓൾസോ ടു ദിസ് ക്വസ്റ്റ്യൻ ഓഫ് എത്തിക്കൽ ഡിലമ. ഇപ്പോൾ നമ്മളൊരു ഓൺട്രപ്രണർ എന്ന നിലയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ആ ഏറ്റവും അധികം ഒരു ഡിലമ ഫേസ് ചെയ്യുന്നത്? Of course, one is the feedback and the judgment. That's a very tricky question. But judgment, നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സജഷൻസ് കൊടുക്കുക, അഡ്വൈസ് കൊടുക്കുക, അതൊരു പോയിന്റ് ഉണ്ട്. അതല്ലാതെ is there any other space where you feel that dilemma? സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് പ്രോമിസ് ചെയ്താൽ ഈസി ആയിട്ട് ക്ലയൻറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പം ഞങ്ങൾ ഇതുവരെ ഓൾവേസ് സാൽവമേരിയുടെ ടീമിൽ കൊടുക്കുന്ന അഡ്വൈസ്, നിങ്ങളുടെ ഒരു ഫ്രണ്ടോ നിങ്ങളുടെ സ്വന്തം ബ്രദറോ നിങ്ങളുടെ അടുക്കൽ അഡ്വൈസ് ചോദിച്ചാൽ എന്തു പറയുമോ അതാണ് ഓരോ ക്ലയൻറ്റിനോടും പറയേണ്ടത്. ഡോണ്ട് എവർ ലൈ ടു എനി വൺ. ദിസ് ഈസ് വാട്ട് വി ടെൽ എവ്രി വൺ. അപ്പം ഇവിടെ ടീമിൽ നിന്ന് എപ്പോഴും കേൾക്കുന്ന ജനറൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, വെൻ യു ടെൽ ഓൾ ദ ഫാക്ട്സ് ആൻഡ് വെൻ യു ആർ നോട്ട് പ്രോമിസിങ്, ഹൗ വുഡ് യു കൺവേർട്ട് സ്റ്റുഡൻസ്? Because what they expect from you is promise. What they expect from you is, you telling them everything will be all right. We don't do that. So this is the problem. Even in this 18th year, I'm confused. Okay, എനിക്ക് പേഴ്സണലി അറിയത്തില്ല നമ്മൾ പ്രോമിസ് കൊടുക്കുകയാണോ ചെയ്യേണ്ടത് അതോ സത്യമാണോ പറയേണ്ടത്. Because when you tell the truth, you lose business. Okay, many a time people wouldn't be ready to accept it and then connect with you for their further requirements. Okay, but we've been doing this, Salve Maria as a company. ഞങ്ങൾ പല സമയങ്ങളിലും ഈ ചിന്തകൾ വന്നാലും ഞങ്ങൾ വീണ്ടും തീരുമാനിക്കും we wouldn't change. Okay, we will continue to tell people the facts and we've been doing well actually. This is our, as I said, this is our 18th year. We have 19 branches. We have a team of 200 plus and we've been doing all right. So we don't really bother about this. Okay, and our team doesn't work on targets. They, of course, their performance is monitored, okay, but we never tell them every student coming to you should be converted. No, because we sometimes wouldn't have the program suiting that student. We sometimes wouldn't be able to provide the best match for that student's requirements. So we don't really mind losing a student. ഇപ്പോൾ ഒരു 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കുറേ ഇൻ്റർനാഷണൽ എക്സ്പോസ്, ഫെയർസ്, ഈവൻ കോളേജസ്, സ്കൂൾസിൽ വരെ ഇങ്ങനെ ഫെയർസ് കാണാറുണ്ട്. അതിൽ റിലൈ ചെയ്യുക എത്ര കറക്റ്റാണ്? കാരണം അത് പല കോളേജസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് വരുന്നത് അല്ലേ അവിടെ. വാട്ട് എക്സാക്ട്ലി ഹാപ്പൻസ് ദെയർ? സോ ദീസ് എക്സ്പോസ് ആൻഡ് ഫെയർസ് തീർച്ചയായിട്ടും അതൊരു കുട്ടികളെ സ്റ്റഡി അബ്രോഡ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൺട്രീസ്, ഇതെല്ലാം ഇവർ ഫെമിലിയർ ആകുകയാണ്. അത്
കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വെന്യൂസ് വിസിറ്റ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ തന്നെയായിരിക്കാം. കൺസൾട്ടൻസീസ് നടത്തുന്ന എക്സ്പോസ് ഉണ്ട്, കൺസൾട്ടൻസീസ് ജോയിൻ്റ് ആയിട്ട് നടത്തുന്നതുണ്ട്. അപ്പം പല രീതിയിലുള്ള എക്സ്പോസ് ചാനലുകൾ, പല ടെലിവിഷൻ ചാനലുകളും കറൻ്റ്ലി എക്സ്പോസ് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലേ, അവർ തന്നെ അത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പം പല രീതികളിൽ സ്റ്റഡി അബ്രോഡ് എക്സ്പോസ് കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയെല്ലാം ഒരു ഫെമിലിയറൈസേഷൻ വിത്ത് ദ കോൺസെപ്റ്റ്, ഫെമിലിയറൈസേഷൻ വിത്ത് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കൺട്രീസ് എന്നുള്ളത് അതേ നടക്കുന്നുള്ളൂ. കാരണം നിങ്ങൾ പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാളിൽ പോയിട്ട് എന്ത് പ്രോഗ്രാം എനിക്ക് അവൈലബിൾ ആണ് എന്ന് ചോദിച്ചാൽ അവർ പറയും ഈ മേഖലയിലുള്ളവർക്ക് ഈ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം ആണോ എനിക്ക് സൂട്ട് ആകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ആൾ തീർച്ചയായിട്ടും നിങ്ങളോട് പറയും my institution has all of these advantages. Okay, but in that 2 minutes 3 minutes conversation, that person would never be able to advise. It is not his fault actually. That person would never be able to tell you ഇതാണോ ഐഡിയൽ എന്നുള്ളത്. അപ്പം ഫെമിലിയറൈസേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഈ എക്സ്പോസും ഫെയർസും വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഡിസിഷൻ ഷുഡ് ഓൾവേസ് ബി ടേക്കൺ ആഫ്റ്റർ കൺസൾട്ടിങ് എ പ്രോപ്പർ advisor, sitting with them for some time, understanding the course options, going through the content of the program. എന്തൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്, വാട്ട് ആർ ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇത് കഴിഞ്ഞ് ആ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ ഭാവി പദ്ധതികളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ. അപ്പം അതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഒരിക്കലും എക്സ്പോസ് ആൻഡ് ഫെയർസ് ഷുഡ് നോട്ട് ബി കൺസിഡർഡ് ആസ് പ്ലേസസ് വെയർ യു ടേക്ക് decision. Final decision should be taken after consulting with an advisor, visiting a consultancy, maybe multiple companies. I wouldn't say ഇപ്പോൾ സാൽവേ മരിയ മാത്രം വിസിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു അഡ്വൈസറുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കണമെന്നല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കമ്പനികൾ വിസിറ്റ് ചെയ്യുക, എല്ലാവരുടെയും അഡ്വൈസ് എന്താണെന്നുള്ളത് നോക്കുക, അതിലേറ്റവും ബെസ്റ്റ്. എല്ലാവരുടെയും റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പം കം ടു ഓഫീസ്, സിറ്റ് വിത്ത് ആൻ അഡ്വൈസർ, understand the options, maybe visit multiple consultancies and then take a decision. That brings me to again, ഒരു അച്ഛനും ഒരു മകളും അല്ലെങ്കിൽ ഒരു പേരൻറ്റും ഒരു കുട്ടിയും കൂടി വരുവാണ്. അവർ രണ്ടുപേർക്കും വളരെ ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക് ടു ലൈഫ്, അല്ലെങ്കിൽ അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ റിക്വയർമെൻറ്റ്സ് വളരെ ഡിഫറെൻ്റ് ആണെങ്കിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ചിലപ്പം അച്ഛൻ പറയണത് ഈ ഒരു കോഴ്സ് എടുക്കൂ, മകൻ പറയുന്നത് എനിക്ക് ഈ കൺട്രി വേണ്ട, എനിക്ക് ആ കൺട്രി മതി. ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ. പലപ്പോഴും കുട്ടികൾ ആംസ്റ്റർഡാമിനെ കുറിച്ച് വളരെ എക്സൈറ്റഡ് ആണ്. സോ ബട്ട് പാരന്റ്സ് വിൽ നോട്ട് ബി കംഫർട്ടബിൾ വിത്ത് ദി ഐഡിയ ഓഫ് സെൻഡിങ് ദ കിഡ്സ് ടു ആംസ്റ്റർഡാം. സോ ദീസ് കൈൻഡ് ഓഫ് കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ മുന്നിൽ തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണാറില്ല? അങ്ങനെയാണെങ്കിൽ ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? ഐ എം ജസ്റ്റ് ക്യൂരിയസ് ടു നോ. ആക്ച്വലി ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ട്രെൻഡ് ബേസ്ഡ് ആണ് ഈ ഇൻഡസ്ട്രി. നമ്മൾ ഒരു 2010 ഇപ്പം മാം മുമ്പേ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് പോപ്പുലറായ കാലം നമ്മൾ പുറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും മറന്നേ പോയിട്ടുണ്ടാവുമായിരിക്കാം ഈ മൊബൈൽ ഫോൺസിൽ ഇൻ്റർനെറ്റ് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ആക്സസ് നമുക്ക് കിട്ടി തുടങ്ങിയത്. എനിക്ക് എക്സാക്ട് ഇയർ അറിയത്തില്ലെങ്കിൽ പോലും ഐ എം ഷുവർ ഇറ്റ് വാസ് ആഫ്റ്റർ 2012-13. അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ അത്രയും കംഫർട്ടബിൾ ആക്സസ് ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. മേ ബി 2000. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ കൗൺസിലിംഗ് അല്ലെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ കുറേ കൂടെ അവർ മറുപടികളിൽ അവർ തൽപരരായിരുന്നു. ഇന്നിപ്പോൾ പറയുമ്പോൾ കുട്ടികൾ ഇൻസ്റ്റഗ്രാം റീലുകളിൽ കൂടെയും യൂട്യൂബ് ഷോർട്സ് ഓർ യൂട്യൂബ് വീഡിയോകളിൽ കൂടെയും ഓൾറെഡി ഒരുപാട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തതിന് ശേഷമാണ് ഓഫീസിൽ വരുന്നത്. അപ്പം പല കുട്ടികളുടെയും റീസൺസ് ഫോർ ഗോയിങ് എബ്രോഡ് ഡിഫറെൻ്റ് ആണ്. ചില കുട്ടികൾ വൈ ആർ യു ഗോയിങ് എബ്രോഡ് എന്ന് ചോദിക്കുമ്പം അവർ വളരെ സിമ്പിളായിട്ട് മറുപടി പറയും, സി ഐ ലൈക്ക് ദാറ്റ് പ്ലേസ്, ഐ ഡൺ എ ലോട്ട് ഓഫ് റിസർച്ച് അബൌട്ട് ദ പ്ലേസ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതൊരു വാലിഡ് റീസൺ ആണോ എന്ന് അത് ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ അത് വാലിഡ് റീസൺ ആണ്. അപ്പം പഴയൊരു കോൺസെപ്റ്റിൽ ഒരു ടിപ്പിക്കൽ പാരൻറ്റിൻ്റെ ഒരു ആംഗിളിൽ നിന്ന് അതിനെപ്പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണോ പഠിക്കാനായിട്ട് പോകേണ്ടത്? അപ്പം ഇതൊരു വലിയൊരു ആ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ആ കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞതിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് രണ്ട് കൂട്ടരെയും കൂടെ. ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ദം ദിസ് ക്വസ്റ്റ്യൻ, what is the goal? Are you looking for what is your goal? Are you looking for a good quality program? Okay, or are you looking for a program where you would be studying in a university with a fancy sports club? Okay, so what exactly is your reason? അപ്പം ഈ റീസൺ എന്താണ് എന്നുള്ളത് ഈ പാരന്റിനെയും
കുട്ടീനെയും ഒരുമിച്ച് എത്തിക്കാൻ സാധിച്ചാൽ മേ ബി അത് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കാം. ബട്ട് ഐ എം ഷുവർ ഇറ്റ് വുഡ് ബി എ ഡിഫിക്കൽട്ട് തിങ് ബിക്കോസ് എവറിബഡി ഈവൻ കിഡ്സ് ആർ ഇൻഫോം ദീസ് ഡേയ്സ്. ഓർ വാട്ട് ഈസ് ദി മോസ്റ്റ് അബ്സേർഡ് റീസൺ, ഏറ്റവും അബ്സേർഡ് ആയിട്ടുള്ള റീസൺ ഫോർ സ്റ്റഡിങ് ഇൻ എ കോളേജ് ഓർ എ പ്ലേസ്? അതെന്താണ് ബോബി ഈ എക്സ്പീരിയൻസിൽ കേട്ടിട്ടുള്ളത്? So the most interesting, I wouldn't say absurd, but something interesting we have recently come across is someone was telling I would like to go to South Korea for my studies. Okay. South Korea is trying to actually attract international students. They are changing a lot of policies. But when we asked the student, what exactly is your reason? The student told us, BTS, the band. Oh, okay. So the student wanted to be in South Korea for studies because Of the band. Because of this band. Oh. Yeah. So, there are reasons like this, okay? And maybe there are students, when I was telling, the answer to the previous question, photo attracted me to that place. My friend posted a photo in Instagram from that place. So I want to go there. Okay, it's beautiful. And take a photo there. Take a photo there. So it depends a lot actually on how much money they have, how much money their parents have at disposal for this particular kid. ബോബിയുടെ ബിഗിനിങ്സ് വെച്ചാൽ എവിടെയൊക്കെയോ പുറത്ത് പോയി പഠിക്കണം എന്നൊരു ആഗ്രഹത്തോടെ തുടങ്ങി, ലൈഫിലെ സിറ്റുവേഷൻസിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങി, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് കഴിഞ്ഞ 17-18 വർഷമായിട്ട് ബോബി കൊണ്ട് നടക്കുന്നു. സോ ബോബിയുടെ കാഴ്ചപ്പാടിൽ ബോബിക്ക് ഏറ്റവും ഗ്രാറ്റിഫൈഡിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഓ വാട്ട് ഇസ് ദാറ്റ്? ഇന്നും ഈ ഒരു ബിസിനസ് കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സാധനം കാണില്ല, ഒരു പേർപ്പസ് കാണില്ല നമ്മൾ പുൾ ചെയ്യുന്നത്, അതെന്താണ് ബോബിക്ക്? ഐ വുഡ് സേ, ഞാൻ ജനറലി പറയാറുള്ളത്, ഞാൻ ബിസിനസ് ചെയ്യുന്ന പേഴ്സണൽ സൈഡിൽ നിന്ന് ആദ്യം പറയാം. ഓക്കെ, അതിനുശേഷം ഒരു ഓവറോൾ ആയിട്ടൊരു അഭിപ്രായം പറയാം. പേഴ്സണൽ സൈഡിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുമ്പോൾ എന്നോട് ആരൊക്കെ കണക്റ്റഡ് ആവുന്നോ അവർക്കാർക്കും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതൊരു വലിയൊരു തോട്ട് അല്ലെങ്കിൽ പോലും ആർക്കും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത്. വെൻ ഐ സേ ബിക്കോസ് ഓഫ് മീ എന്ന് പറയുമ്പോൾ ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ ഓർഗനൈസേഷൻ ആസ് വെൽ. അപ്പം ഞങ്ങളോട് കണക്റ്റഡ് ആകുന്ന ആർക്കും ഞങ്ങളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ ഒരു പരിധി വരെ ഞങ്ങൾ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറുന്നുണ്ട്. അപ്പം ഇതാണ് ജനറലി ഒരു കാലഘട്ടം വരെ അവർ ഓർഗനൈസേഷൻ വാസ് എ റിഫ്ലക്ഷൻ ഓഫ് മീ ആൻഡ് ദ ക്വാളിറ്റി. മൈ വൈഫ് ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദിസ് ബിസിനസ്. സോ ഞങ്ങളുടെ ക്യാരക്ടർ എന്താണോ, ഞങ്ങളുടെ ചിന്താരീതികൾ എന്താണോ, അതുമായിട്ടൊരു പരിധി വരെ കണക്റ്റഡ് ആയിരുന്നു ഈ ഓർഗനൈസേഷൻ ഫോർ സം ഇയേഴ്സ്. കാരണം ഞങ്ങൾ റിസ്കുകൾ ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ വി വിൽ തിങ്ക് 100 times. അപ്പം ഇത് തന്നെ നമ്മളോടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രോഗ്രാം പ്രപ്പോസ് ചെയ്യുവാണ്, ഈ പ്രോഗ്രാമിലേക്ക് ഒരു 100 സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി വുഡ് ഓട്ടോമാറ്റിക്കലി തിങ്ക് അബൌട്ട്, ബിക്കോസ് വി ആർ ലൈക്ക് ദാറ്റ്, വാട്ട് ഈസ് ദ റിസ്ക് ഇൻ ദിസ്? ഓക്കെ, സോ വി വുഡൻ സേ യെസ് വെരി ഈസിലി. അപ്പോൾ അത് ഒരു പരിധി വരെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ പോളിസി ഫോർമേഷനും ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആദ്യകാല ക്ലയൻസിനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഹൗ വി അവോയ്ഡഡ് റിസ്ക് ആൻഡ് ദേ ഓൾസോ were safe from benefited they also as a result of absolutely. ഇതാണ് ഒരു പരിധി വരെ ആദ്യകാലങ്ങളിൽ അല്ലെ കുറേ വർഷങ്ങളിൽ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതിനുശേഷം when we had a team, when we started creating a team around us, Salve Maria always wanted to hire, I wouldn't say എൻ്റെ ടീമിലുള്ള ആൾക്കാർ ഇവരാണോ ഈ മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പക്ഷേ പറയുമായിരിക്കാം they are all really good, but I would say they're the most dedicated people. സോ ഞാൻ എപ്പോഴും സാൽവെ മരിയ ആസ് ആൻ ഓർഗനൈസേഷൻ ക്വാളിറ്റി ആൾക്കാർക്ക് അത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അവരുടെ ഇൻറ്റേർണൽ കോണ്ടന്റ്, ഹൗ ദേ ആർ, ദെയർ ഇൻറ്റഗ്രിറ്റി, ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അവർ ടീം whom I have with me right now, everybody, hand-picked people whom we meet. Every interview is done by my wife. She meets everyone before hiring them. Salma HR handle ചെയ്യുന്നത്. Salma takes care of the HR department and she meets everyone and we have a discussion with them and we try to bring in people who can relate with this concept of Salve Maria, where we provide people with the best service and where we do not offer everything, but whatever we offer we try to ensure we do the best preparation and we do not trouble people. And we haven't troubled people. That's what I would claim as a speciality of Salve Maria. We haven't troubled people. We haven't done a lot of things. Why?
we were confused. Because people might land in trouble because of that. Absolutely. Yeah. സാൽവേ മെറിയനെ പറ്റി അല്ലെ അതിൻ്റെ ഒരു ജേർണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നും തുടങ്ങിയ കാലത്തും ഞങ്ങൾ ഇങ്ങനെയാണ്. തുടങ്ങിയ കാലത്തും നമുക്കൊരു ട്രെയിനിങ്ങിന് ഒരു കുട്ടി ഇപ്പോൾ 2000 ഒരുപക്ഷെ ഞാൻ ഈ സംസാരിക്കുന്നത് 2007, 2008 ഓർ ഈവൻ പ്രയർ ടു ദാറ്റ് ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആരെങ്കിലും കേട്ടാൽ ഇന്ന് പോലും കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും അവർക്ക് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാവോ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതൊരിക്കലും അതാണ് ഞങ്ങളെ വളർത്തിയതും. അപ്പം തീർച്ചയായിട്ടും ഹാർഡ് വർക്കാണ് ഞങ്ങളെ വളർത്തിയത്. അതായത് ഞങ്ങൾക്കൊരു റിയലൈസേഷനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഞങ്ങളെക്കാരും മിടുക്കരാണ്. ഐ കെയിം ഇൻ ടു ബിസിനസ് അറ്റ് മൈ ഏജ് ഓഫ് 23 ബിഫോർ ഈവൻ ടച്ചിങ് 24. സോ ആ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പമാണ്. ഇത് നമ്മൾ ചുറ്റുപാടുമുള്ള ആൾക്കാർ ആർ മോർ ക്വാളിഫൈഡ്. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് തന്നെ അറിയായിരുന്നു ഒത്തിരി പോരായ്മകളുണ്ട്. അപ്പോൾ ഈ പോരായ്മകളെ ഓവർകം ചെയ്യാനുള്ള ഏക വഴി ഹാർഡ് വർക്ക് ആയിരുന്നു. സോ we have worked hard and even today we work hard. And I'm sure you'll keep working hard for all the students that you meet and send Nice abroad for studying. It was lovely talking to you, Bobby. Same here. ഒത്തിരി കാര്യങ്ങൾ, lots of lovely information and experiences that you narrated. അതിന് ഒത്തിരി thanks and I'm sure all of you will benefit from this conversation. Thank you.